ഇതിനാ ഞാനത് പറഞ്ഞത്. ഓത്ത് പഠിക്കണം, പഠിച്ചോദണം. ഓതുമ്പോ നല്ല അതബോടെ ഓതണം. അതബോടെ ഖുർആനോദിയോ കൽബ് നന്നാകും. കൽബിന്റെ കീടങ്ങളൊക്കെ മരിച്ചു പോകും, കരിഞ്ഞു പോകും. ആ അതബുകൾ മുഴുവനും മഹാന്മാർ എണ്ണി എണ്ണി പഠിപ്പിച്ചിട്ടുണ്ട്. ഇമാം നബവി റളിയല്ലാഹു തആല അൻഹു പറഞ്ഞല്ലോ, പരിശുദ്ധ ഖുർആൻ ഓതുന്ന ആള് ആദ്യം പാലിക്കേണ്ട അദബ് അൽ ഇഖ്ലാസ്, ആത്മാർത്ഥത വേണം. അല്ലാഹുവിന്റെ വജ്ഹ് വിചാരിച്ച് ഖുർആൻ ഓതണം. അവന്റെ മനസ്സിൽ ഞാൻ അല്ലാഹുവിനോടാണ് സംഭാഷണം നടത്തുന്നത്, ഞാൻ ആരെ കലാമാ ഓതുന്നത്. ഒരു രാഷ്ട്രപതിയുടെ വർത്തമാനമല്ല, ഒരു ഭരണാധികാരിയുടെ ആത്മകഥയല്ല, മുൻകാല നേതാക്കളുടെ ചരിത്രമല്ല, അല്ലാഹുവിന്റെ കലാമാണ്. എല്ലാ ഘട്ടത്തിലും അവൻ ഓതുമ്പോ അല്ലാഹു എന്നെ കാണുന്നുണ്ട് എന്ന നിലക്ക് ഓതണം. റബ്ബെന്നെ വീക്ഷിക്കുന്നുണ്ട്, അല്ലാഹു എന്നെ നോക്കുന്നുണ്ട്, ഞാൻ അവന്റെ കലാമാണല്ലോ ഓതുന്നത്. ഓതാൻ തുനിയുന്ന നേരത്ത് നല്ല വൃത്തി വേണം. അതേ, ഓതാൻ ഉപയോഗിക്കുന്നത് വായല്ലേ, മിസ്വാക്ക് ചെയ്ത് വൃത്തിയാക്കണം. ദുർഗന്ധ വാസന കൊണ്ട് ഖുർആൻ ഓതാൻ പറ്റൂല. വായ വൃത്തിയാക്കണം, തൊള്ള വൃത്തിയാക്കണം, നല്ല വൃത്തിയാക്കുന്ന ഉപകരണം കൊണ്ട് വൃത്തിയാക്കണം. വായ മാത്രം വൃത്തി പോരാ, ഓതുന്ന സ്ഥലവും വൃത്തിയാകണം. ഓതാൻ ഉപയോഗിക്കുന്ന സ്ഥലത്തും നല്ല വൃത്തി വേണം. മിസ്വാക്ക് ചെയ്ത് ഉപയോഗിച്ച് വൃത്തി സ്വീകരിക്കണം. അതേ, ഖുർആൻ ഓതുന്നതിന്റെ മുമ്പ് കടിയുകയാണെങ്കിൽ നല്ലോണം കുളിക്കണം. എന്നിട്ട് ഖുർആൻ ഓതുമ്പോ നല്ല ശുദ്ധിയിൽ ഓതണം. വുളു എടുക്കൽ പ്രത്യേകം സുന്നത്തുണ്ട്. മുസ്ഹഫിലേക്ക് നോക്കാതെയാണ് ഓതുന്നതെങ്കിലും വുളുവോടുകൂടെ ഖുർആൻ ഓതണം. അതിന്റെ അദബാണ്. ഇപ്പൊ ഖുർആൻ ഒരാൾ ഓതാണ്, യാസീൻ ഓതാണ്, ഖുർആനിലേക്ക് നോക്കിയിട്ടല്ല, ഖുർആൻ തൊട്ടിട്ടല്ല. എന്നാലും ഓതുന്നത് റബ്ബിന്റെ കലാമാണല്ലോ, അത് വൃത്തിയിലായിട്ട് ഓതണമല്ലോ. ഓതുന്നവന് ത്വഹാറത്ത് വേണം, ശുദ്ധി വേണം. ശുദ്ധിയില്ലാതെ ഖുർആൻ ഓതാൻ പറ്റൂലേ? ഖുർആൻ ഓതാൻ പറ്റും. എന്നാലും ഉത്തമം അദബ് വുളുവോടുകൂടെ ഓതലാണ്. ജനാബത്തുകാരന് ഓതാൻ പറ്റൂല, അത് ഹറാമാണ്. ഹൈളുകാർക്ക് ഓതാൻ പറ്റൂല, ഹറാമാണ്. അതൊരു ചെറിയ ആയത്താണെങ്കിലും ശരി. പക്ഷേ ഇമാം നബവി റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞു, വയജൂസു ലഹുമാ ഇജ്റാഉൽ ഖുർആനി അലാ ഖുലൂബിഹിമാ മിൻ ഗൈരി തലഫുദിൻ ബിഹി. ഖുർആൻ നാവ് കൊണ്ട് മൊഴിയാതെ ഖൽബിൽ ഖുർആൻ നടത്തൽ അവർക്ക് ജായിസാണ്. ഒരു ജനാബത്തുകാരിയായ പെണ്ണ് പ്രസവം കഴിഞ്ഞിട്ട് എത്ര മാസം ആ പെണ്ണങ്ങനെ ശുദ്ധിയില്ലാതെ നിൽക്കും? അത്രയും മാസം ആ പെണ്ണ് ഖുർആനിനോട് തീരെ ടച്ചില്ലാതെ നിൽക്കുകയോ? അത് വല്ലാത്തൊരു വിഷയമല്ലേ? അപ്പൊ ആ പെണ്ണ് ഖൽബിലൂടെ ഖുർആൻ നടത്തണം, അത് ജായിസാണ്. ഖുർആനിലേക്ക് അവർ നോക്കണം. വയജൂസു ലഹുമാ അന്നളുറു ഫിൽ മുസ്ഹഫി, മുസ്ഹഫിലേക്ക് നോക്കണം. എന്നിട്ട് ഖൽബിലൂടെ നടത്തണം, നാവ് കൊണ്ട് മുടിയണ്ട. ആ പെണ്ണിന് ദിക്ർ ചൊല്ലൽ ഹലാലാണ്. അതേ, മുസ്ലിങ്ങളിൽ ഇജ്മാ ഉണ്ട്, തസ്ബീഹ് ചൊല്ലൽ ജായിസാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേരിൽ സ്വലാത്ത് ചൊല്ലൽ ജായിസാണ്. അതേ സമയത്ത് ഖുർആൻ ഓതാൻ പറ്റൂലല്ലോ. എന്നാലും ഖുർആനുമായി ആത്മബന്ധം വേണം, നല്ല ബന്ധം ഖുർആൻ കൊണ്ടുണ്ടാകണം. എന്നിട്ട് മഹാനവർകൾ പറഞ്ഞു, ഖുർആൻ ഓതുന്ന ആള് ഖുർആൻ ഓതുന്ന സ്ഥലം നല്ല വൃത്തിയുള്ള സ്ഥലമാകണം. ഏക്ലാസ് വൃത്തിയുള്ള സ്ഥലം ഏതാണ്? പള്ളിയാണല്ലോ. ഇതുകൊണ്ടാണ് പണ്ഡിതന്മാരിൽ ഒരു സംഘം പണ്ഡിതന്മാര് ഖുർആനോത്ത് പള്ളിയിലാണ് സുന്നത്ത് എന്ന് പറഞ്ഞത്. കാരണം പള്ളി എല്ലാ അർത്ഥത്തിലും വൃത്തിയുള്ളതാണ്. ഒരു കുട്ടി മൂത്രമൊഴിച്ച റൂമിൽ വെച്ച് ഖുർആൻ ഓതരുത്. ആ മൂത്രം ശുദ്ധിയാക്കാൻ പറയണം. ഓതുന്നത് അല്ലാഹുവിന്റെ കലാമാണ്, നല്ലോണം ശ്രദ്ധിക്കണം. ഒരു സ്ഥലത്ത് വെച്ച് ഖുർആൻ ഓതുമ്പോ ആ റൂമിൽ നല്ല വൃത്തി വേണം, നല്ല ശുദ്ധി വേണം. എന്നിട്ട് മഹാനവറുകൾ പറഞ്ഞു, പള്ളിയിൽ വെച്ച് ഓതുമ്പോ പുരുഷന്മാർക്ക് വൃത്തി മാത്രമല്ലല്ലോ, അതിനു പുറമേ ഈത്തികാഫിന്റെ പുണ്യവും ലഭിക്കും.
പുരുഷന്മാർക്ക് അങ്ങനെ ഒരു മഹത്വം കൂടി കിട്ടാറുണ്ട്. അതുകൊണ്ട് ആ പള്ളിയിലേക്ക് പ്രവേശിക്കുന്ന ആള് ആദ്യം ശ്രദ്ധിക്കേണ്ട വിഷയം ഇത്തികാഫിന്റെ നിയ്യത്താണ്. അതാണ് കൂടുതൽ പരിഗണിക്കേണ്ടത്. ഇമാം നബി റളിയല്ലാഹു അൻഹു പറഞ്ഞു, പള്ളിയിൽ കിടക്കുന്ന മിക്ക ആളുകൾക്കും ശ്രദ്ധയില്ലാതെ പോകുന്ന ഒരു വിഷയമാണിത്. അല്ലേ? നമ്മൾ വിഷയം ഒരുപാടുണ്ടല്ലോ. അതിൽപ്പെട്ടൊരു വിഷയമാണ് ഇത്തികാഫിന്റെ നിയ്യത്ത്. അവിടെ എഴുതി വെച്ചിട്ടുണ്ടെങ്കിലും ഇത്തികാഫ് കരുതൂല. ചിലരോട് പറയണം, ഇമാമ് പറയണം, ഖത്തീബ് പറയണം, ആരെങ്കിലുമൊക്കെ പറയണം, എല്ലാവരും ഇത്തികാഫോടുകൂടെ ഇരുന്നോളൂ എന്ന് പറയണം. പള്ളിയിലേക്ക് നീ കിടക്കുമ്പോ ബിസ്മി ചൊല്ലുന്ന സമയത്ത് തന്നെ കാലങ്ങോട്ട് വെക്കുമ്പോ തന്നെ മനസ്സിൽ ഇത്തികാഫിന്റെ നിയ്യത്ത് വേണം. ഒരു മിനിറ്റാണ് പള്ളിയിലൂടെ നടന്നു നീങ്ങുന്നതെങ്കിലും ഇത്തികാഫിന്റെ മഹത്വം ചെറുതല്ല, വിവരിച്ച് തീർക്കാൻ കഴിയില്ല, അത്രയും വലുതാണ് ഇത്തികാഫിന്റെ മഹത്വം. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇത്തികാഫിരിക്കാൻ വേണ്ടി പള്ളി വൃത്തിയാക്കി കൊടുക്കാനല്ലേ പ്രഗൽഭന്മാരായ രണ്ട് നബിമാരോട് അല്ലാഹു ചുമതലപ്പെടുത്തിയത്. അൻ തഖിറ ബൈതിയ ലിസ്സായിഫീന വൽ ആകിഫീന വറുക്കൈ സുജൂദ്. ഇസ്മായിൽ നബിയോടും ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമിനോടും നിങ്ങൾ എന്റെ വീടൊന്ന് വൃത്തിയാക്കി കൊടുക്കണം, അവിടെ ഇത്തികാഫിരിക്കാൻ വരുന്ന ആളുകൾക്ക് സൗകര്യം കിട്ടാനാണ്. ഇത് അല്ലാഹു പ്രത്യേകം പറഞ്ഞെങ്കിൽ ഇത്തികാഫിന് എത്ര മഹത്വമുണ്ട്. ഇത്തികാഫിന് ചെറിയ മഹത്തല്ല, വലിയ മഹത്തുണ്ട്. അതുകൊണ്ടാണ് ഇമാം നബി റളിയല്ലാഹു അൻഹു പറഞ്ഞത്, പള്ളിയിൽ പ്രവേശിക്കുന്ന ആള് പ്രത്യേകം കരുതേണ്ടതാണ് ഇത്തികാഫ്. വീട്ടിൽ വെച്ച് ഖുർആൻ ഓതുമ്പോ സഹോദരങ്ങളെ, ഖുർആൻ എന്തെങ്കിലും ശുദ്ധിയുള്ള ഒരു വസ്ത്രത്തിന്റെ മേലെ വെക്കണം. ഖുർആൻ മുകൾ ഭാഗത്ത്, ഖുർആൻ താഴ്ഭാഗത്ത് നമ്മുടെ തലഭാഗം ഖുർആനിലേക്ക് താഴ്ന്നു നിൽക്കുകയാണ് വേണ്ടത്. ഖുർആനിലേക്ക് നമ്മളെ തലഭാഗം താഴ്ന്നു നിൽക്കണം. നല്ല ശ്രദ്ധയോടുകൂടി ഖുർആൻ ഓതണം. അതേ ഖിബിലക്ക് മുന്നിട്ട് ഖുർആൻ ഓതണം. പള്ളിയിൽ നിന്നാകട്ടെ വീട്ടിൽ നിന്നാകട്ടെ ഖുർആൻ ഓതേണ്ടത് ഖിബിലക്ക് മുന്നിട്ട് കൊണ്ടാണ്. നിസ്കാരത്തിലല്ലാത്ത സമയത്തും അതാണ് സുന്നത്ത്. കാരണം ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹദീസാണ് അതിന് തെളിവ് പറഞ്ഞത്. ഖൈറുൽ മജാലിസി മസ്തുഖ്ബില ബിഹിൽ ഖിബ്ല. ഏറ്റവും നല്ല ഇരുത്തം ഖിബ്ലക്ക് മുന്നിട്ടുള്ള ഇരുത്തമാണ്. അതുകൊണ്ടാണ് തഅലീമുൽ മുതഅല്ലിം എന്ന് പറയുന്ന ചെറിയൊരു കിതാബ് കാണാം. ആ കിതാബിൽ മുതഅല്ലിമീങ്ങളോട് പഠിപ്പിക്കുന്ന അദബിൽ ഖിബിലക്ക് മുന്നിട്ടിരുന്ന് ഖുർആൻ കിതാബ് ഓതി പഠിക്കണം. മുമ്പ് കാലത്ത് ഒരു നാട്ടിൽ നിന്ന് കിതാബ് ഓതി പഠിക്കാൻ വേണ്ടി വന്ന രണ്ടാളുകളിൽ ഒരാൾ വലിയ ആലിമായി, ഒരാൾ അത്ര കണ്ട് വലിയ ആലിമായില്ല. അപ്പൊ നാട്ടുകാരൊക്കെ ചോദിച്ചു, ഉസ്താദെ എന്താണ് അയാൾക്ക് ഇൽമിൽ കൂടുതൽ മികവും ഇയാൾക്ക് അത്ര തന്നെ ഇൽമും കിട്ടാതിരിക്കാനുള്ള കാരണം എന്താണ്? അപ്പൊ ഉസ്താദ് പറഞ്ഞു, ആ ഇൽമിൽ മുൻതൂക്കം കൂടിയ ആള് എപ്പ കിതാബ് ഓതുകയാണെങ്കിലും ഖിബിലക്ക് മുന്നിട്ടിരുന്നാണ്. നമ്മളെ വീട്ടിൽ മദ്രസ പുസ്തകങ്ങൾ, പാഠപുസ്തകങ്ങളൊക്കെ വായിക്കുന്ന കുട്ടികളോടും ഖിബിലക്ക് മുന്നിട്ടിരുന്ന് വായിക്കാൻ പറയണം. അത് ഇൽമു കൂടുതലായി കിട്ടാൻ, പഠിക്കുന്ന ഇൽമിൽ ബറക്കത്ത് കിട്ടാൻ വലിയൊരു കാരണമാണ്. ഖുർആൻ ഓതുന്ന ആള് പള്ളിയിലാണെങ്കിലും വീട്ടിലാണെങ്കിലും ഖിബിലക്ക് മുന്നിട്ട് ഓതണം. എങ്ങനെ ഇരിക്കണമെന്നറിയോ? ഖുർആനൊക്കെ പിടിച്ച് ചില ആളുകൾ ഇരിക്കുന്ന ഇരുത്തം കണ്ടാല് നമ്മൾ കരുതി പോകും അവരെന്തോ എഴുതി കൂട്ടിയ ഭരണഘടനയാണ് ഖുർആനെന്ന് തോന്നിപ്പോകും. കാലൊക്കെ നീട്ടി ചില ആൾക്കാർ ഖുർആൻ ഓതുന്ന പത്രം വായിക്കും പോലെ. ഇതെന്താ ആരുടെങ്കിലും ആത്മകഥ വായിക്കുന്നത്? നല്ല ഭക്തിയോടെ ഇരിക്കണം. ബിസകീനത്തിൻ അച്ചടക്കത്തോടെ മുത്തിരിഖൻ റസഹു, തല താഴ്ത്തിയിട്ടിരിക്കണം. ഖുർആനിലേക്ക് തല താഴ്ത്തിയിട്ടാണ് ഇരിക്കേണ്ടത്. ഖുർആൻ ഇങ്ങനെ പിടിച്ചല്ല ഓതേണ്ടത്, ഖുർആനിലേക്ക് തല താഴ്ത്തിയിട്ടാ ഓതേണ്ടത്. തല താഴ്ത്തിയിരിക്കണം. എന്നിട്ട് മഹാനവറുകൾ പറഞ്ഞു, വയകൂനു ജുലൂസുഹു വഹ്ദഹു ഫീ തഹ്സീനി അദബിഹി വഖുദൂഇഹി. വിനയത്തിലും അദബിന്റെ സൗന്ദര്യത്തിലും ഖുർആൻ ഓതാനിരിക്കുന്ന ആളുടെ ഇരുത്തം ഒറ്റയ്ക്ക് ഇരിക്കുകയാണെങ്കിലും കജുലൂസിഹി ബൈന യദൈ മുഅല്ലിമിഹി, ഗുരുനാഥന്റെ മുന്നിലിരിക്കുന്ന ശിഷ്യനെ പോലെ ഇരിക്കണം. ഒരാൾ ഉസ്താദിന്റെ മുന്നിലിരിക്കുമ്പോ കൈകൊണ്ട് കളിക്കുമോ ഇല്ല, കാലുകൊണ്ട് കളിക്കുമോ ഇല്ല, മറ്റൊരു ഭാഗത്തേക്ക് നോക്കുമോ ഇല്ല. നേർക്ക് നേരെ ഖുർആനിലേക്ക് നോക്കിയിട്ട് നോട്ടം പോലും മാറ്റാതെ നല്ല ബഹുമാനത്തോടെ ഇരിക്കണം.
ഇരുത്തം അത്തഹിയാത്തിന്റെ ഇരുത്തം ഇരിക്കാം, അല്ലെങ്കിലോ ചമ്രം പടിയിട്ട് ഇരുത്തം ഇരിക്കാം. കാല് നീട്ടിയിരിക്കരുത്, കിബറന്മാരുടെ ഇരുത്തം ഇരിക്കരുത്. എന്നിട്ട് മഹാനവറുകൾ പറഞ്ഞു, ഫഹാദാ ഹുവൽ അക്മലു, ഉസ്താദിന്റെ മുന്നിലിരിക്കുന്ന ശിഷ്യനെ പോലെ ഇരിക്കലാണ് ഏറ്റവും പൂർണ്ണമായ ശൈലി. ഖുർആൻ പിടിക്കുമ്പോൾ പലരോടും പറയട്ടെ, പള്ളിയിൽ നിന്ന് ഖുർആൻ എടുത്തു കൊണ്ടുപോകുമ്പോ അൽകഫിന്റെ ഏടാണെങ്കിലും ഊരക്കെട്ടിന് താഴെ ഖുർആൻ ഉപയോഗിക്കരുത്. നിങ്ങളൊരു ലൈസൻസ് പുസ്തകം കൊണ്ടുപോകും പോലെ, ഒരു അറ്റൻഡൻസ് പട്ടിക കൊണ്ടുപോകും പോലെ ഖുർആൻ ഇങ്ങനെ വീട്ടിൽ കൊണ്ടുപോകരുത്. എത്ര വലിയ ആള് കൊണ്ടുപോകാണെങ്കിലും, എത്ര വലിയ ഹാജിയാരാണെങ്കിലും, എത്ര വലിയ ജമാഅത്തിന്റെ പ്രസിഡന്റ് ആണെങ്കിലും കാണുന്നവരൊക്കെ ഒന്ന് ഉയർത്തിപ്പിടിക്കാൻ പറയണം, നെഞ്ചിനോട് ചേർത്തിപ്പിടിക്കണം ഖുർആൻ. നഊദു ബില്ലാഹ്, ഖുർആനിന് എന്തൊരു ബഹുമാനമുണ്ട്. ഇപ്പൊ കണ്ടോ നിങ്ങളുടെ ബഹുമാനത്തിന്റെ കുറവ്. ചില മദ്രസയിലേക്ക് പോകുന്ന കുട്ടികള് ബാഗ് തൂക്കിയിട്ട് പിന്നാലെ ഖുർആനേറ്റി കൊണ്ടുപോകുന്നു. പറ്റൂല മുസ്ലിമേ, ഖുർആനിനോടുള്ള അപമര്യാദയാണ്. ഖുർആന് പിന്നിലാക്കിയിട്ട് നീ എങ്ങനെ മുന്നിൽ പോവുകയോ? ഖുർആൻ ഇമാമല്ലേ, മുന്നിൽ വേണ്ടത് ഖുർആനല്ലേ. നിന്റെ ഇമാം ആരാണെന്ന് ചോദിക്കുമ്പോ നീ ഉത്തരം പറയുന്നത് വൽ ഖുർആൻ ഇമാമി, ഖുർആൻ എന്റെ ഇമാമാണ്. ഇമാം മുന്നിലാവേണ്ടത്. ഒരിക്കലും ഒരു കുട്ടിയുടെ പിൻഭാഗത്ത്, പിൻസീറ്റിന്റെ ഭാഗത്തോ പിൻഭാഗത്തോ ആയിട്ടുള്ള ബാഗിൽ ഖുർആൻ കൊണ്ടുപോകരുത്, മദ്രസ പുസ്തകങ്ങൾ കൊണ്ടുപോകരുത്. അതുകൊണ്ടാ ഇൽമിന്റെ കുറവ്, അതുകൊണ്ടാ ബുദ്ധിയുടെ കുറവ്, അതുകൊണ്ടാ ഉന്നതിയിലേക്ക് എത്താത്തത്. അതബില്ല, ഒന്നിനോടും അതബില്ല. ഖുർആൻ പിടിക്കേണ്ടത് എങ്ങനെ? അൽകഫിന്റെ ഇടയ്ക്ക് ചിലരിങ്ങനെ വീശിക്കൊണ്ടുവന്ന കാണും. പ്രായം കൂടുതലുള്ളതുകൊണ്ട് ഒന്നും ചെയ്യാൻ പറ്റാത്ത, അല്ലെങ്കിൽ പേരടിക്കൊരു അടി കൊടുക്കണം. എവിടുന്ന് പഠിച്ചാന്ന് ചോദിക്കാം. ഇതെന്താ കൊണ്ടുപോകുന്നത്? എന്തായി കൊണ്ടുപോകുന്ന? ഖുർആനല്ലേ. ബഹുമാനം വേണ്ടേ ഖുർആനോട്? മറ്റെന്തെങ്കിലും മാസിയ കൊണ്ടുപോലെ കൊണ്ടാൻ പറ്റുമോ ഖുർആൻ? വുളൂ ഇല്ലാതെ തൊടാൻ പറ്റുമോ ഖുർആൻ? എന്തൊരു ബഹുമാനം! അതെവിടുന്ന് എടുത്തുകൊണ്ടുവാണെങ്കിലും അങ്ങനെ. ഖുർആൻ കൊണ്ടുപോകുന്ന ശൈലി നന്നാകണം. ഖുർആൻ പിടിക്കേണ്ടത് ഉയർത്തിപ്പിടിക്കണം, നെഞ്ചോട് ചേർത്തി പിടിക്കണം. ഒരിക്കലും കുട്ടികൾ പിൻഭാഗത്ത് ഖുർആൻ വെച്ച് കൊണ്ടുപോകരുത്, മദ്രസയിലെ പുസ്തകങ്ങൾ കൊണ്ടുപോകരുത്. അതൊക്കെ വലിയ ഇൽമാണ്, അതിനോടൊക്കെ വലിയ ബഹുമാനം വേണം. ഖുർആൻ എപ്പോഴും ഉയർത്തിയാണ് പിടിക്കേണ്ടത്. അത് നമ്മൾ പഠിപ്പിച്ചു കൊടുക്കണം. ഖുർആൻ ഓതാൻ ഇരിക്കുന്നതിന്റെ ശൈലി പോലും ഇമാം നബി റളിയല്ലാഹു അൻഹു അവിടുത്തെ കിതാബിൽ പറഞ്ഞ ഇബാറത്താ ഞാൻ വായിച്ചത്. കജുലൂസിഹി ബൈന യദൈ മുഅല്ലിമിഹി, ഉസ്താദിന്റെ മുന്നിലിരിക്കുന്ന ശിഷ്യനെ പോലെ ഖുർആൻ ഓതാനിരിക്കണം. എന്താ നമ്മൾ മനസ്സിലാക്കുന്നത്? ഖുർആനാ ഓതുന്നത്, അതിന്റെ മുന്നിലായിരിക്കുന്നത്. എത്ര ബഹുമാനം വേണം! അള്ളാഹുവിന്റെ ഖുർആനെ ബഹുമാനിക്കുന്നത്, അള്ളാഹ് നമ്മളെ ബഹുമാനിക്കാൻ വലിയ കാരണമാണ്. അള്ളാഹുവിന്റെ കലാമിന് വലിയ ബഹുമാനമില്ലേ? ആ കലാമിന്റെ ബഹുമാനം മാനിച്ചതുകൊണ്ട് ലോകത്ത് മഹത്തുക്കൾക്ക് വലിയ ബഹുമാനം കിട്ടിയിട്ടില്ലേ? എന്നിട്ട് ഇമാം നബി റഹ്മത്തുള്ളാഹി പറഞ്ഞു, ഒരാൾ നിന്ന് ഖുർആൻ ഓതിയാൽ, അല്ലെങ്കിൽ കിടന്ന് ഖുർആൻ ഓതിയാൽ, അല്ലെങ്കിൽ വിരിപ്പിലിരുന്ന് ഖുർആൻ ഓതിയാൽ, അല്ലെങ്കിൽ മറ്റേതെങ്കിലും അവസ്ഥയിൽ ഖുർആൻ ഓതിയാൽ അത് ജായിസാകും, അതിന് കൂലിയുണ്ട്. വലാകിൻ ദൂനൽ അവ്വലി, ആദ്യം പറഞ്ഞ അത്ര കൂലിയില്ല. ഉസ്താദിന്റെ മുന്നിലിരുന്നിട്ട് ശിഷ്യനെ പോലെ ഓതും പോലെ ആ കൂലി നടന്നോതിയാ കിട്ടൂല, നിന്നോതിയാ കിട്ടൂല, തിരിഞ്ഞ് കടന്നോതിയാ കിട്ടൂല. ബഹുമാന പുരസ്സരം ഖുർആൻ ഓതണം. ഉമിനീര് കൊണ്ട് ഖുർആൻ മറിക്കരുത്, ഖുർആനിലേക്ക് ഉമിനീര് തെറിക്കരുത്. വരല് കൊണ്ട് തൊട്ടിട്ട് ഖുർആൻ മറിക്കരുത്. ഖുർആനിൽ ദിർഹം ദീനാർ കറൻസി സൂക്ഷിക്കരുത്. ഖുർആനിൽ പൗഡർ വെക്കരുത്. ഖുർആൻ പൗഡറിൽ മുക്കരുത്. നല്ല ഉയർന്ന സ്ഥലത്ത് നല്ല ബഹുമാനത്തോടെ ഖുർആൻ
ഖുർആൻ സൂക്ഷിക്കണേ. അല്ലാഹുവിന്റെ കലാമാണ്. ഈ ഖുർആൻ വേണ്ടതുപോലെ പരിഗണിക്കാത്ത ഒരു വിഷയമാണ്. നമ്മളെ പറ്റി ഈ ലോകത്തിന്റെ നേതാവ് ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖിയാമത്ത് നാളിൽ പറയുന്ന കാരണം വഖാല റസൂലു യാ റബ്ബി ഇന്ന ഖൗമി ഇത്തഖദൂ ഹാദൽ ഖുർആന മഹ്ജൂറാ. റബ്ബേ, എന്റെ സമുദായം ഇവിടെ പരാജയപ്പെടാനുള്ള കാരണം, ഇവിടെ ശിക്ഷിക്കപ്പെടാനുള്ള കാരണം ഇത്തഖദൂ ഹാദൽ ഖുർആന മഹ്ജൂറാ. ഈ ഖുർആൻ അവർ കയ്യൊഴിച്ചു പോയി. ഈ ഖുർആൻ അവർ ബഹുമാനിച്ചില്ല. ഈ ഖുർആൻ വീട്ടിലുണ്ട്, അതെടുത്തു നോക്കിയില്ല. വേണ്ടതുപോലെ ഓതിയില്ല, വേണ്ടതുപോലെ ഖത്മ് തീർത്തില്ല, അതിനോട് ബഹുമാനം പാലിച്ചില്ല. ഇന്ന് നിങ്ങളുടെ വീട്ടിൽ എത്ര ഖുർആനുണ്ട്? ഓതാത്തവർ ശ്രദ്ധിക്കണേ. നാളെ അല്ലാഹുവിന്റെ മുന്നിൽ ഖുർആൻ എതിരായി സാക്ഷി പറയും. റബ്ബേ, എന്നെ കൊണ്ടുപോയി ഷെൽഫിൽ സൂക്ഷിച്ച ആളാണ്, അയാൾ മരിച്ച അന്നാണ് ഹറമിൽ പോയി വാങ്ങി വന്ന ഈ ഖുർആൻ എടുത്ത് ബാക്കിയുള്ളവർ ഓതിയത് അയാൾ തൊട്ടു നോക്കിയിട്ടില്ല, അയാൾ എന്നെ ഉപയോഗപ്പെടുത്തിയിട്ടില്ല, എന്നെ പതിവാക്കിയിട്ടില്ല എന്ന അല്ലാഹുവിന്റെ കലാം നമുക്കെതിരെ സാക്ഷി പറയരുത്. ഖുർആന് അനുകൂലമായി സാക്ഷി നിൽക്കണം. ഖുർആൻ ശഫീആണ്. ഖുർആനിന്റെ ശഫാഅത്ത് അല്ലാഹു നമുക്ക് നൽകുമാറാകട്ടെ. അംബിയാക്കളെക്കാളും ഔലിയാക്കളെക്കാളും വലിയ ശഫാഅത്ത് അല്ലാഹുവിന്റെ കലാമിന്റെ ശഫാഅത്താണ്. അല്ലാഹു ഖദീമാണ്. പിന്നെ ലോകത്ത് ഖദീമായ ഒന്നുള്ളത് അവന്റെ കലാമാണ്. നബിതങ്ങൾ ഖദീമല്ല, മുത്തുനബിതങ്ങൾ ഖദീമല്ല, നബിതങ്ങൾ ഹാദിസാണ്. അംബിയാക്കളൊറ്റൊന്നും ഖദീമല്ല, അവരൊക്കെ ഹാദിസാണ്. അതേ ഖുറാനും ഇഞ്ചീലും സബൂറും അല്ലാഹുവിന്റെ കിതാബാണെങ്കിലും അതൊക്കെ കാലഹരണപ്പെട്ടു പോയി. ഖുർആൻ അങ്ങനെയല്ലല്ലോ. ആ ഖുർആൻ ഓതുമ്പോ നല്ല ഭക്തിയോടെ ഓതണം, നല്ല അദബോടെ ഓതണം. എന്നിട്ട് ഇമാം നബവി റളിയല്ലാഹു അൻഹു പറയുന്നു, നടന്നിട്ടും നിന്നിട്ടൊക്കെ ഓതാം, പക്ഷേ അതിന് കൂലി കുറവാണ്. ഖുർആൻ ഓതാൻ ഉദ്ദേശിക്കുമ്പോ അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം ഇമാം ഗസാലി റളിയല്ലാഹു അൻഹു ഇഹ്യായിൽ പറഞ്ഞു. അതിനു പുറമെ പറയണം റബ്ബി അഊദു ബിക മിൻ ഹമസാത്തി ശയാത്തീൻ വഅഊദു ബിക റബ്ബി അൻ യഹ്ദുറൂൻ. ഖുർആൻ ഓതുന്ന ആള് എപ്പോൾ ഓതുകയാണെങ്കിലും ഫാത്തിഹ ഓതി തുടങ്ങണം. അത് വലിയ അദബാണ്. ചില പണ്ഡിതന്മാര് പറഞ്ഞു അഊദു ബില്ലാഹി സമീഉൽ അലീം മിനശ് ശൈത്വാനിർ റജീം എന്നാണ് ഓതേണ്ടത്. അതേ സമയത്ത് ഇമാം നബവി റളിയല്ലാഹു അൻഹു പറഞ്ഞു ഇങ്ങനെ ചൊല്ലുന്നതിന് കുഴപ്പമൊന്നുമില്ല, പക്ഷേ നല്ലത് അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. അതാണ് ബഹുഭൂരിപക്ഷം പണ്ഡിതന്മാരുടെയും അഭിപ്രായം. അപ്പൊ അഊദു ഓതി തുടങ്ങണം, ഫാത്തിഹ ഓതി തുടങ്ങണം. നല്ല രൂപത്തിൽ തന്നെ ഖുർആൻ ഓതിക്കഴിഞ്ഞാൽ എപ്പോഴും ദുആ ചെയ്യണേ. എല്ലാ സൂറത്ത് ഓതുമ്പോഴും ഇടയിൽ വെച്ച് നിർത്തിയിടത്തുനിന്ന് എടുത്ത് ഓതുകയാണെങ്കിലും അഊദും ബിസ്മിയും ചേർത്ത് ഓതണം. ബറാഅത്ത് സൂറത്തിലൊഴികെ ബറാഅത്ത് സൂറത്തിൽ അതിന്റെ തുടക്കത്തിൽ ബിസ്മി എഴുതപ്പെട്ടിട്ടില്ല, അവിടെ ബിസ്മി ഓതേണ്ടതില്ല. ഓതൽ കറാഹത്തുമാണ് എന്ന് മഹാന്മാർ പറഞ്ഞിട്ടുണ്ട്. ഖുർആനോത്ത് തുടങ്ങിയാലോ നല്ല ഭക്തി വേണം. ഓതാൻ കഴിയുന്നവർ, അർത്ഥം ചിന്തിക്കാൻ കഴിയുന്നവർ നന്നായി ചിന്തിച്ച് ഓതണേ. ഖുർആനിന്റെ അർത്ഥം ചിന്തിച്ച് ഓതിയാൽ ഖൽബ് നന്നാകുന്നു. ആത്മീയമായ മുന്നേറ്റത്തിലേക്കുള്ള ഒരു തുടക്കം ഉദ്ദേശിക്കുന്നവൻ ഖുർആനിനോടുള്ള ബന്ധം വിടാൻ പറ്റൂല. അല്ലാഹു സദാ ഖുർആൻ ഓതാൻ തൗഫീഖ് നൽകട്ടെ. ഖുർആൻ ഓതണ്ടാന്ന് പറയുന്ന ചില കള്ളന്മാരുണ്ട്, വ്യാജന്മാർ. ഞാൻ അവരെ ത്വരീഖത്ത് എന്ന് പറയാൻ ഉദ്ദേശിക്കുന്നത്, ത്വരീഖത്ത് നല്ലതിന് പറയേണ്ട പേരാണ്, മോശം ലീനല്ലല്ലോ ത്വരീഖത്ത് ചേർത്തി പറയേണ്ടത്. ചില മഹാ കള്ളന്മാരുണ്ട്, അവർക്ക് അടി കിട്ടാത്ത കുഴപ്പം. ഖുർആനൊന്നും ഓതണ്ട. ജീവിച്ചിരിക്കുന്ന വ്യാജന്മാരെ പെട്ടല്ലോ പറഞ്ഞാൽ മരിച്ചോല് പെട്ടല്ലോ ജീവിച്ചിരിക്കുന്ന വ്യാജന്മാർ. അല്ലാഹു അവരെ ശർറിൽ നിന്ന് ഉമ്മത്തിനെ കാത്തുരക്ഷിക്കട്ടെ.
ഖുർആൻ ഓതാതെ ആർക്കാ നന്നാകാൻ കഴിയുക? കാരണം അവരൊരു മോഡേണിസ്റ്റ് സിലബസ് ആണ് അവരുടെ സിലബസ്. നിസ്കാരം അങ്ങനെ കാര്യമായിട്ട് അങ്ങനെ പരിഗണിക്കണ്ട, അങ്ങനത്തെ സൗകര്യം ഉണ്ടാവുമ്പോൾ നിസ്കരിച്ചാൽ മതി. അതെന്നെ പണ്ട് കാണാതായപ്പോ മൗലവി പറഞ്ഞു, എപ്പോഴും കണ്ടിട്ടില്ല. കാണാതായപ്പോ ഒരു മൗലവി ഉണ്ടായിരുന്നു, അയാൾ നിസ്കാരത്തിന് പിടിച്ചു തൂങ്ങിയിട്ടാണ് നിസ്കാരത്തിന്റെ എണ്ണം ചുരുക്കി, പിന്നെ ആളെ തന്നെ കണ്ടിട്ടില്ല, എവിടെ പോയി എന്നറിയില്ല. ചേകന്നൂർ തിരോധാനം എന്നല്ലേ പറയുന്നത്, സാധാരണ മരിച്ചു എന്നല്ലല്ലോ പറയുന്നത്, കാണാതായി എന്നാ പറയുന്നത്. നിങ്ങൾ നോക്കി നിസ്കാരം അങ്ങനെ കാര്യമായിട്ട് പറയുന്നത്, നിങ്ങൾക്ക് സൗകര്യം കിട്ടുമ്പോൾ നിസ്കരിച്ചാൽ മതി. ജുമക്കും അങ്ങനെ കറക്റ്റായി പോയിക്കോളുന്നില്ല, അല്ലാഹു കാത്തിരക്ഷിക്കട്ടെ. വാദഗതികളാണ്. ഖുർആൻ അങ്ങനെ എന്നും അങ്ങനെ പതിവായിട്ട് അങ്ങനെ ഓതിക്കൊള്ളുന്നില്ല എന്ന് ആര് പറഞ്ഞു? ഇമാം നബവി റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഖുർആൻ ഓതുന്ന മഹാന്മാരുടെ പതിവ് സുബ്ഹാനല്ലാഹ്, ഓരോ ദിവസവും ഖത്മ് തീർത്ത മഹാന്മാരില്ലേ, അവരെക്കാളും ഉന്നതിയിലെത്തിയവരാണോ ഇവര്? രാത്രി പകല് ഒരു ഖത്ം, രാത്രി ഒരു ഖത്ം തീർത്തവരില്ലേ? ഇമാം ശാഫി റളിയല്ലാഹു അൻഹു ഓരോ ദിവസവും ഓരോ ഖത്ം തീർത്തില്ലേ? റമദാനിൽ 2 ഖത്ം തീർത്തില്ലേ? എത്ര ഖത്മാണ് വഫാത്തിന് മുമ്പ്? ശാഫി ഇമാം റളിയല്ലാഹു അൻഹു ഖുർആനിനോടുള്ള ബന്ധം ചെറിയ ബന്ധമല്ലല്ലോ. അർത്ഥം ചിന്തിച്ചുകൊണ്ട് ഖുർആൻ ഓതണേ, നല്ല ഭക്തിയോടെ ഓതണേ. അർത്ഥം ചിന്തിച്ച് ഖുർആൻ ഓതാൻ അറിഞ്ഞാൽ ഖൽബ് നന്നായി കിട്ടും. ഒരേ ആയത്തിന്റെ അർത്ഥം ചിന്തിച്ച് അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു രാത്രി ഉറക്കത്തിൽ ഖുർആൻ ഓതിയിട്ട് സുബ്ഹി വരെ ആ ആയത്ത് ആവർത്തിച്ച് ഓതിയിട്ടുണ്ട്. നാളെ മഹ്ശറിലെത്തുമ്പോ ബഹുമാനപ്പെട്ട ഈസാ നബി അലൈഹിസ്സലാം അവിടെ പറയുന്നൊരു ആയത്തുണ്ട്. അതേ ഈസാ നബി വിളിച്ചിട്ട് അല്ലാഹ് ചോദിക്കും, ഈസാ നബിയെ നിങ്ങൾ പറഞ്ഞോ ജനങ്ങളോട് എന്നെയും എന്റെ ഉമ്മാനെയും നിങ്ങൾ ആരാധിക്കൂന്ന് നിങ്ങൾ പറഞ്ഞോ? ഈസാ നബി അലൈഹിസ്സലാം പറയും, ഇല്ല റബ്ബേ, മാ ഖുൽതു ലഹും ഇല്ലാ മാ അമർതനീ ബിഹി അനിഅ്ബുദുല്ലാഹ റബ്ബീ വ റബ്ബക്കും, നിങ്ങളുടെയും എന്റെയും റബ്ബായ അല്ലാഹനെ ആരാധിക്കണേ എന്നാണ് ഞാൻ അവരോട് പറഞ്ഞത്. എന്നെ ആരാധിക്കാൻ, എന്റെ ഉമ്മാനെ ആരാധിക്കാൻ ഞാൻ അവരോട് പറഞ്ഞിട്ടില്ല. അവരെ നീ ശിക്ഷിക്കുകയാണെങ്കിൽ എനിക്കൊന്നും പറയാനില്ല, അവര് നിന്റെ അടിമകളാണല്ലോ. ഈ ആയത്തിന്റെ അർത്ഥം ചിന്തിച്ച് അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സുബ്ഹി വരെ ഓതിപ്പോയി. അതുകൊണ്ടാ ഖുർആൻ ഓതുമ്പോ കരയണം. കരയാൻ കിട്ടുന്നില്ലെങ്കിൽ ഉണ്ടാക്കി കരയണേ. ഖുർആൻ ഓതണം, എന്നിട്ട് നിങ്ങൾ കരയണം. കരയാൻ നിങ്ങൾക്ക് കരച്ചിൽ വരുന്നില്ലേ? ഫതബാസു, എന്നാൽ ഉണ്ടാക്കി കരയണേ. ഇമാം നബി റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഖുർആൻ ഓതാൻ കഴിയുമ്പോ, ഖുർആൻ ഓതുമ്പോ കരച്ചിൽ വരാതെ കരയുന്നത് എന്തിനാണ്? ഖുർആൻ ഓതുമ്പോ ഒരു ടെൻഷനും നിനക്ക് വരുന്നില്ല. അദാബ് എന്ന് പറയുമ്പോ ശിക്ഷയെ പറ്റിയൊരു കരച്ചിൽ വരുന്നില്ല. നാറ് എന്ന് പറയുമ്പോ നരകത്തെ പറ്റിയൊരു ചിന്ത വരുന്നില്ല. ജന്നത്ത് എന്ന് പറയുമ്പോ സ്വർഗത്തെ പറ്റിയൊരു ചിന്ത വരുന്നില്ല. നരകക്കാര സ്വർഗക്കാര വർത്തമാനം പറയുന്നത് നീ ഓതുമ്പോ നിന്റെ മനസ്സിൽ അതിന്റെ ഒരു അർത്ഥവും ചിന്തിച്ചുകൊണ്ടൊരു മാറ്റവും വരുന്നില്ല. എങ്കിൽ നീ കരയുന്നത് ഖുർആൻ ഓതുമ്പോ കരയാൻ എനിക്ക് കഴിയുന്നില്ലല്ലോ എന്ന് ചിന്തിച്ചുകൊണ്ടെങ്കിലും കരയണേ. കാരണം ഖുർആൻ ഓതുമ്പോ കരച്ചിൽ വരാത്തത് ഫഇന്നഹു മിൻ അഅളമിൽ മസായിബി, അത് വലിയ മുസീബത്താണ്, ചെറിയ അപകടമല്ല. അതുകൊണ്ട് ഖുർആൻ ഓതുമ്പോ സാവകാശം ഓതിയിട്ട് നല്ല തെർത്തീലായി ഓതിയിട്ട് ഓരോ ഹർഫും വേർതിരിച്ചുകൊണ്ട് നന്നായി ഓതണം. നല്ല വൃത്തിയിൽ ഓതണം. കഴിവിന്റെ പരമാവധി അദബ് പാലിക്കണം.